എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ തുടർ പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നല്ലോ. വളരെ പ്രതീക്ഷയോടെ കർത്താവിനെ പിൻപറ്റുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ ദൈവപ്രവൃത്തികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ കർത്താവിനെ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചിലവാക്കുകയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത വ്യക്തികളുടെ പ്രതിനിധികളായി നിലനിൽക്കുന്ന മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ അവർ ഉൾക്കൊള്ളുന്നതായ തൻ്റെ സഹോദരൻ ദീനമായി കിടക്കുകയാണ്. നാളുകളായി അവരുടെ പ്രാർത്ഥനയും അവരുടെ അഭയാചനയുമെല്ലാം തൻ്റെ സഹോദരൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഈ വേദഭാഗത്തിന് മുമ്പ് കാണുന്ന ഭാഗങ്ങളിൽ ഒന്നിലും ഈ ലാസറിനെ കാണുവാൻ കഴിയുന്നില്ല. ലാസർ കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ആ സമയങ്ങളിൽ ലാസർ ആ സ്ഥലത്തുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ലാസറിനെ കരുതുകയും ലാസറിനെ സ്നേഹിക്കുകയും ചെയ്ത ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മളൊക്കെ പല വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കും. ചിലർ ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടി, ചില കുടുംബങ്ങളിൽ ദൈവസന്ദർശനം നടക്കേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണ്ടേ? അത് എങ്ങനെയാണ് അതിൻ്റെ മറുപടി തരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, നമ്മുടെ കർത്താവല്ലേ. ഈ ലാസറിനെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അടുപ്പിക്കുവാൻ ഈ സഹോദരന്മാരോടൊപ്പം ആക്കി തീർക്കണമെങ്കിൽ ഒരു വിഷയം അവിടെ ഉണ്ടാകണം. ആ വിഷയമാണ് ലാസറിൻ്റെ രോഗമെന്ന് പറയുന്നത്. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ, അവർ ദൈവത്തെ അറിയണമെങ്കിൽ, ആ ദൈവിക അനുഭവങ്ങൾ പ്രാപിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാകണം. അവരെ കർത്താവുമായി ബന്ധപ്പെടുത്തണം. കർത്താവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയണം. അതിന് കർത്താവ് മുഖാന്തരം ഇടുകയാണ്. ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഏത് നിലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ യൗവനക്കാര, നിന്റെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിന്റെ കുറവ് കൊണ്ടല്ല മറുപടി ലഭിക്കാതിരിക്കുന്നത്, ദൈവത്തിനൊരു സമയമുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ വിടുതലിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്റെ ജീവിതത്തിൽ വിടുതൽ തന്ന് മാനിക്കുവാൻ ഈ കർത്താവ് വിശ്വസ്തൻ.